നമുക്ക് ഇന്നൊരു ആന്ധ്ര സ്പെഷ്യൽ ഒരു പേപ്പർ സ്വീറ്റ് ഉണ്ടാക്കാം. ഇതിൻ്റെ പേര് പൂത്തരേക്കുലു എന്നാണ്. അപ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ രേഷ്മയാണ് എനിക്കിത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. അവർ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് ഞാൻ എൻ്റെ പിന്നാലെ പോകുന്നതാണ്. അപ്പോൾ സംഭവം പിടികിട്ടി, അതിൻ്റെ പേരൊക്കെ പിടികിട്ടി. അപ്പോൾ നമുക്കിത് ഈ ഒരു റെസിപ്പി ഈ പേപ്പർ അടക്കം താണ് നമ്മളിങ്ങനെ കടിച്ച് കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി അനുഭവമാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. അതിനായിട്ട് അരക്കപ്പ് പച്ചരിയാണ് കേട്ടോ, ദോശരി എടുക്കുക, ഇഡ്ഡലി അരി അല്ല എടുക്കേണ്ടത്. അരക്കപ്പ് എടുത്തിട്ട് നന്നായി കഴുകിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചവ്വരിയാണ്, സാഗോ, നമ്മൾ പായസത്തിലേക്കൊക്കെ ഇടുന്നത്, അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. 4 മണിക്കൂറിന് ശേഷം 3 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ചൂടാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് മാറ്റി വയ്ക്കാം. ചൂടാക്കുമ്പോൾ നെയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി ഒരു മിക്സി ജാറിലേക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ അവിടെ കാഷ്യും ബദാമും 10 വീതം, പിന്നെ കുറച്ച് സീഡ്സ് കുറച്ച് ഹെൽത്തി ആക്കാനും ടേസ്റ്റി ആക്കാനായിട്ട് പംകിൻ സീഡ് 2 ടീസ്പൂണും 2 ടീസ്പൂൺ സൺഫ്ലവർ സീഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 10 ഏലക്കായയുടെ കുരു കളഞ്ഞിട്ട് ഒപ്പിട്ടിട്ട് ഇത്തിരി തരിപ്പായിട്ടൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. അതും കൂടെ നമുക്ക് ആ നെയ്യിൻ്റെ ഒപ്പം ഒന്ന് വേറെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഐറ്റം കൂടി, 3 ഐറ്റമാണ് ഇതിൽ മാറ്റി വയ്ക്കേണ്ടത്. മധുരം ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരപ്പൊടിയാണ് കേട്ടോ. ശർക്കരപ്പൊടി അല്ലെങ്കിൽ പഞ്ചസാര പൊടി ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര പൊടിച്ചിട്ട് അങ്ങനെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ 3 ഐറ്റമാണ് വേണ്ടത്. ഇനി നമുക്ക് അരച്ചെടുക്കാം. ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്, അരിയും ചവ്വരിയും. രണ്ടും കൂടി മിക്സിയുടെ ചെറിയ ജാർ എടുത്താൽ മതി, കാരണം നമ്മൾ അരക്കപ്പല്ലേ എടുത്തിട്ടുള്ളൂ. അതിലിട്ടിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നന്നായി അരയാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക, തീരെ കട്ടില്ലാത്ത രീതിയിൽ. ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൽ കുറേശ്ശെ ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ ലൂസിൽ വേണം നമ്മൾ കലക്കിയെടുക്കണമെങ്കിൽ. ഇനി ഒരു മല്ല് തുണി എടുക്കുക, നമ്മൾ ക്ലീനായിട്ട് അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന തുണി നന്നായി ഒന്ന് നനച്ചെടുക്കുക, കഴുകി നനച്ച് എടുത്തിട്ട് ഇതിലേക്കൊന്ന് മുക്കി വെക്കുക. ഇതുപോലെ നമ്മൾ പിടിക്കുന്ന ഭാഗം മുക്കരുത്, അത് പുറത്തേക്ക് ഇട്ടാൽ മതി. ബാക്കിയുള്ള ഭാഗം മാവിലേക്ക് ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെക്കുക. ഇനി നമുക്ക് ദോശത്തട്ട് വയ്ക്കുക. പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ തുണി ആ മാവിൽ നന്നായി മുക്കിയിട്ട് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കണം. അപ്പോഴാണ് ഇങ്ങനെ കിട്ടുക. നമുക്ക് ഇങ്ങനെയല്ല ശരിക്കും കിട്ടുക കേട്ടോ, നമ്മുടെ ആകെ ഓട്ടകളായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് തുടച്ചെടുത്തതിന് ശേഷം വേണം അടുത്ത് ഉണ്ടാക്കണമെങ്കിൽ. അത് പെട്ടെന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് അവിടെ കട്ട പിടിക്കും, തുണിയിലത്തെയും കട്ട പിടിക്കും മാവ്. ശരിക്കും ഒതൻറ്റിക്കായിട്ട് അവരെങ്ങനെയാണ് ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ ഓട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ കലം കമഴ്ത്തി വയ്ക്കും അടുപ്പിൻ്റെ മുകളിൽ. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് അവർ ചെയ്യാറ്. നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. എന്നിട്ട് അതുപോലെ ഒരു ഷീറ്റ് വെച്ചെടുക്കുക, കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഓട്ടോട്ടയുള്ള കാരണം 2 ഷീറ്റ് അതിൻ്റെ മുകളിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് നട്ട്സ് ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മധുരം ഇതിൽ വിതറി കൊടുക്കുക, നന്നായിട്ട് തന്നെ മധുരം വിതറി കൊടുക്കാം. എന്നിട്ട് കുറച്ചും കൂടെ നെയ്യൊന്ന് അത് പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ 4 സൈഡ് മടക്കണം കേട്ടോ, ഇതുപോലെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ മടക്കി വെക്കുക. മടങ്ങുന്നില്ലെങ്കിൽ ആ നെയ്യ് തന്നെ ഒഴിച്ച് ഒന്ന് മടക്കിയാൽ മതിയാവും. ഇതുപോലെ അമർത്തി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൂത്തരേക്കുലു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കട്ടിയുള്ള തുണി എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. അഥവാ കട്ടിയുള്ള തുണി അല്ലെങ്കിൽ തുണി മടക്കിയിട്ട് മാവിൽ മുക്കിയിട്ട് ഒഴിച്ചാലും മതി. അപ്പോൾ എല്ലാവരും ട്രൈ